നമസ്കാരം. നക്ഷത്ര വോയിസിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ജീവിതത്തിൽ ചില സമയങ്ങളുണ്ടാകും. പുറമേ നമ്മൾ സാധാരണ പോലെ ചിരിക്കുമ്പോഴും ഉള്ളിൽ ഒരുപാട് സങ്കടങ്ങളും ഭയങ്ങളും ആശങ്കകളും ഒളിപ്പിച്ചു വെച്ച് ജീവിക്കേണ്ടി വരുന്ന സമയങ്ങൾ. ചിലർക്കത് സാമ്പത്തിക പ്രശ്നങ്ങളായിരിക്കും, ചിലർക്കത് കുടുംബത്തിലെ തർക്കങ്ങൾ, ചിലർക്കത് പ്രണയപരമായ വിഷമങ്ങൾ. അതുമല്ലെങ്കിൽ ഒരുപാട് ശ്രമിച്ചിട്ടും ജീവിതത്തിൽ ഒന്നും ശരിയാകുന്നില്ല എന്നൊരു തോന്നൽ. ചില രാത്രികളിൽ നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാകും, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതം ഇങ്ങനെ? എപ്പോഴാണ് എൻ്റെ ഭാഗ്യം തെളിയുന്നത്? ഞാൻ കാത്തിരിക്കുന്ന ആ ഒരു മാറ്റം എൻ്റെ ജീവിതത്തിൽ വരുമോ? സത്യത്തിൽ ഈ ചോദ്യങ്ങൾ വെറുതെയല്ല. ജീവിതത്തിൽ ചില സമയങ്ങളിൽ പ്രപഞ്ചം നമ്മളിലേക്ക് ചില സൂചനകൾ നൽകാറുണ്ട്. ചിലപ്പോൾ അത് ഒരു സ്വപ്നത്തിലൂടെയാകാം, ചിലപ്പോൾ ഒരു അനുഭവത്തിലൂടെയാകാം, ചിലപ്പോൾ ഇത്തരത്തിലുള്ള ഒരു തിരഞ്ഞെടുപ്പിലൂടെയും. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അത്തരത്തിലുള്ള ഒരു ശക്തമായ തൊടുകുറി റീഡിംഗ് ആണ്. ഇന്ന് നിങ്ങളുടെ മുന്നിൽ 2 പെട്ടികളാണ് ഉള്ളത്. ഒന്ന് ഇരുമ്പ് പെട്ടിയും 2 സ്വർണ്ണ പെട്ടിയും. ഈ 2 പെട്ടികളിൽ ഒന്ന് മാത്രം നിങ്ങൾ തിരഞ്ഞെടുക്കണം. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആ പെട്ടി നിങ്ങളുടെ ജീവിതത്തിൽ അടുത്ത ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച്, ഭാഗ്യം നിങ്ങളെ തേടിയെത്തുമോ എന്നതിനെക്കുറിച്ച്, സാമ്പത്തിക മാറ്റങ്ങളെക്കുറിച്ച്, നിങ്ങളെ വേദനിപ്പിച്ച ആളുകളെക്കുറിച്ച്, പ്രപഞ്ചം നിങ്ങൾക്കായി തുറന്നു വെച്ചിരിക്കുന്ന പുതിയ വഴികളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നിങ്ങളോട് പറയാനിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കണ്ണുകൾ പതിയെ അടക്കുക, ഒരു ദീർഘശ്വാസം എടുക്കുക. നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും വലിയ ആഗ്രഹം അല്ലെങ്കിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന പ്രശ്നം ഓർക്കുക. ഇപ്പോൾ 1 ഇരുമ്പ് പെട്ടി, 2 സ്വർണ്ണപ്പെട്ടി. ഈ 2 പെട്ടികളിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു പെട്ടി തിരഞ്ഞെടുക്കുക. ആദ്യമായി മനസ്സിൽ തോന്നുന്ന തിരഞ്ഞെടുപ്പാണ് ശരി, പിന്നീടത് മാറ്റരുത്. കാരണം ചിലപ്പോൾ നമ്മുടെ മനസ്സിനേക്കാൾ കൂടുതൽ നമ്മുടെ ആത്മാവിന് നമ്മളെ അറിയാം. അപ്പോൾ ഇത്രയും സമയത്തിനുള്ളിൽ ഇതിൽ നിന്നും ഒരു പെട്ടി നിങ്ങൾ തിരഞ്ഞെടുത്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം. അതിനു മുൻപേ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നക്ഷത്ര വോയിസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഏറ്റവും ആദ്യം തന്നെ ഒന്നാമത്തെ ചിത്രമായിട്ടുള്ള ഇരുമ്പ് പെട്ടി തിരഞ്ഞെടുത്ത ആളുകളുടെ കാര്യമാണ് പറയുവാൻ പോകുന്നത്. നിങ്ങൾ ഈ ഇരുമ്പുപെട്ടി തിരഞ്ഞെടുത്തത് കൊണ്ട് തന്നെ കഴിഞ്ഞ കുറച്ചു നാളുകളായി വല്ലാത്തൊരു മാനസിക സംഘർഷത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്നത് ഉറപ്പാണ്. ആരും നിങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്ന് പലപ്പോഴും നിങ്ങൾക്ക് തോന്നാറുമുണ്ട്. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആയാലും, നിങ്ങൾ ജീവന് തുല്യം സ്നേഹിച്ച ആളുകളിൽ നിന്ന് ആയാലും നിങ്ങൾക്ക് ലഭിക്കേണ്ട ഒരു പരിഗണനയോ സ്നേഹമോ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നൊരു തോന്നൽ അത് നിങ്ങളുടെ ഉള്ളിൽ വളരെ ശക്തമായി ഉണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും എന്നാൽ തിരിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ആരും കൂടെയില്ലാത്ത ഒരവസ്ഥ. രാത്രികളിൽ ഒറ്റയ്ക്കിരുന്ന് കരയേണ്ടി വരുന്ന ഒരുപാട് ദിവസങ്ങൾ ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിവിടെ ഈ തൊടുകുറിയിൽ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾ. അതിനനുസരിച്ചുള്ള പണവും വരുന്നുണ്ട്, എന്നാൽ അതൊന്നും തന്നെ കയ്യിൽ നിൽക്കുന്നില്ല. കടങ്ങൾ കൂടിക്കൂടി വരുന്ന ആ ഒരു അവസ്ഥ, അല്ലെങ്കിൽ അത്യാവശ്യത്തിന് ഒരു തുക എടുക്കാനില്ലാത്ത അവസ്ഥ നിങ്ങളെ വല്ലാതെ അലട്ടുന്നുമുണ്ട്. എന്തിനാണ് ഞാൻ ഈ ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുവരെ നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുമുണ്ട്. ഒരുപാട് പ്രതീക്ഷകളോടെ തുടങ്ങിയ പല കാര്യങ്ങളും പാതി വഴിയിൽ നിന്നുപോയതിൻ്റെ ഒരു സങ്കടം നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളിലുമുണ്ട്. എന്നാൽ ഈ ഇരുമ്പ് പെട്ടി തിരഞ്ഞെടുത്ത നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങളുടെ ഈ സങ്കടങ്ങളുടെ കാലം അവസാനിക്കാൻ പോവുകയാണ് എന്നതാണ്. അടുത്ത ഒരു 7 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പോസിറ്റീവായ ചില ഊർജങ്ങൾ പ്രവേശിക്കാൻ തുടങ്ങുന്നു. നിങ്ങളേറെ നാളായി കാത്തിരുന്ന ഒരു വാർത്ത, അത് നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ടതാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ലോൺ ശരിയാകുന്നതുമായി ബന്ധപ്പെട്ടതുമാകാം, അതുമല്ലെങ്കിൽ പ്രിയപ്പെട്ട ഒരാളിൽ നിന്നുള്ള ഒരു കോളാകാം. അത് ഈ വരുന്ന ഒരു 7 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളെ തേടിയെത്തും. നിങ്ങളുടെ മനസ്സിന് വല്ലാതെ അലട്ടിയിരുന്ന ഒരു പ്രശ്നത്തിന് പെട്ടെന്നൊരു പരിഹാരം തെളിഞ്ഞു വരും. അടഞ്ഞു കിടന്നിരുന്ന ചില വഴികൾ നിങ്ങളുടെ മുന്നിൽ
തുറക്കപ്പെടും. സാമ്പത്തികമായി നിങ്ങൾക്ക് ചെറിയ തോതിലെങ്കിലും ഒരു ആശ്വാസം ലഭിക്കുന്ന ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും. നിങ്ങളെ തെറ്റിദ്ധരിച്ച ആളുകൾ അവരുടെ തെറ്റ് മനസ്സിലാക്കി നിങ്ങളിലേക്ക് തിരികെ വരുവാനുള്ള ഒരു സാധ്യത ഈ ദിവസങ്ങളിൽ കാണുന്നുമുണ്ട്. നിങ്ങളുടെ ഉള്ളിലെ ആ ഭാരം, ആ സങ്കടം മെല്ലെ കുറയുന്നതായി നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടും. പ്രപഞ്ചം നിങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഊർജത്തെ പൂർണ്ണമായും സ്വീകരിക്കാനാണ് നിങ്ങളിപ്പോൾ തയ്യാറാകേണ്ടത്. ഈ വീഡിയോ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ട ഏറ്റവും വലിയ ആഗ്രഹം എന്താണോ അത് നടന്നു കിട്ടി എന്ന് പറഞ്ഞ് താങ്ക് യു യൂണിവേഴ്സ് എന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. പൂർണ്ണ വിശ്വാസത്തോടെ അത് നടന്നു കഴിഞ്ഞു എന്നുള്ള ഉറപ്പോടെ വേണം അങ്ങനെ കമന്റ് ചെയ്യുവാൻ വേണ്ടി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ചിത്രമായിട്ടുള്ള ഇരുമ്പ് പെട്ടി തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് ഇവിടെ പറയുവാനുള്ളത്. ഇനി അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള സ്വർണ്ണപ്പെട്ടി തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി ഫലങ്ങളിലേക്കാണ്. ഈ സ്വർണ്ണപ്പെട്ടി തിരഞ്ഞെടുത്ത ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ വളരെയധികം ഉത്തരവാദിത്തങ്ങൾ തലയിലേറ്റ് നടക്കുന്ന ഒരാളാണ്. നിങ്ങളുടെ സ്വന്തം കാര്യങ്ങളെക്കാൾ കൂടുതൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്കായി നിങ്ങൾ ഓടി നടക്കുന്ന ഒരു പ്രകൃതക്കാരാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ശാരീരികമായും മാനസികമായും വല്ലാത്തൊരു തളർച്ച നിങ്ങളെ ബാധിച്ചിട്ടുമുണ്ട്. അകാരണമായ ചില ഭയങ്ങൾ, നാളെ എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ചുള്ള ഉത്കണ്ഠ, ഇതൊക്കെ നിങ്ങളെ ഉറക്കം കെടുത്തുന്നുമുണ്ട്. ആരോഗ്യപരമായി ചില ചെറിയ ബുദ്ധിമുട്ടുകൾ നിങ്ങളെ അലട്ടുന്നുണ്ടാകാം. ചില ആളുകളെ അന്ധമായി വിശ്വസിച്ചതിന്റെ പേരിൽ നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പണത്തിന്റെ രൂപത്തിലാകാം, അല്ലെങ്കിൽ മാനസികമായ സമാധാനത്തിന്റെ രൂപത്തിൽ ആകാം. നിങ്ങൾക്ക് അർഹതപ്പെട്ട പലതും നിങ്ങൾക്ക് ലഭിക്കാതെ പോകുന്ന ഒരു അവസ്ഥയുമുണ്ട്. കരിയറിലായാലും വിദ്യാഭ്യാസത്തിലായാലും നിങ്ങൾ അർഹിക്കുന്ന ഒരു സ്ഥാനത്ത് നിങ്ങൾക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല എന്ന ഒരു തോന്നൽ അത് നിങ്ങളെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നുമുണ്ട്. വിവാഹപരമായ കാലതാമസം നേരിടുകയോ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ പൊരുത്തക്കേടുകൾ അനുഭവിക്കുകയോ ചെയ്യുന്ന ഒരുപാട് പേർ ഈ സ്വർണ്ണപ്പെട്ടി തിരഞ്ഞെടുത്തവരിൽ ഉണ്ടാകാം. എപ്പോഴും ഒരു കൂട്ടത്തിനിടയിൽ നിൽക്കുമ്പോഴും വല്ലാത്തൊരു ഏകാന്തത, ഒറ്റപ്പെടൽ നിങ്ങളെ വേട്ടയാടുന്നുണ്ട്. എന്നാൽ നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, ഈ വരുന്ന 7 ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു തിരിച്ചറിവിന്റെ ദിവസങ്ങളാണ്. നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളിൽ ആരെയാണ് വിശ്വസിക്കേണ്ടത്, ആരെയാണ് അകറ്റി നിർത്തേണ്ടത് എന്ന കൃത്യമായ ഒരു ബോധ്യം അത് നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് തന്നെ ലഭിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ചില നെഗറ്റീവായ ആളുകൾ സ്വയം ഒഴിഞ്ഞു പോകും. അത് നിങ്ങൾക്ക് ആദ്യം സങ്കടമുണ്ടാക്കുമെങ്കിലും പിന്നീട് അതൊരു വലിയ അനുഗ്രഹമായി നിങ്ങൾക്ക് അനുഭവപ്പെടും. നിങ്ങളുടെ തൊഴിൽ രംഗത്ത് പുതിയൊരു അവസരം നിങ്ങളെ തേടി വരും. ഏറെ നാളുകളായി തടസ്സപ്പെട്ട് കിടന്നിരുന്ന ഒരു കാര്യം വളരെ അപ്രതീക്ഷിതമായി ഈ 7 ദിവസങ്ങൾക്കുള്ളിൽ നടന്നു കിട്ടും. നിങ്ങളുടെ ഉള്ളിലെ ആത്മവിശ്വാസം തിരികെ വരും. ഒരു പുതിയ ഊർജത്തോടെ നിങ്ങൾ കാര്യങ്ങളെ നേരിടാൻ തുടങ്ങും. ആരോഗ്യകാര്യങ്ങളിൽ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഒരു കുറവ് അനുഭവപ്പെടും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം തുടങ്ങുവാനുള്ള എല്ലാ വഴികളും ഈ 7 ദിവസങ്ങൾക്കുള്ളിൽ പ്രപഞ്ചം നിങ്ങൾക്ക് മുന്നിൽ തുറന്നിടും. അതുകൊണ്ട് ഈ മാറ്റങ്ങളെ ഇരുകൈയും നീട്ടി നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാവുക. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായി നടന്നു കിട്ടേണ്ട കാര്യം എന്താണോ അത് നടന്നു കിട്ടി എന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് താങ്ക് യു യൂണിവേഴ്സ് എന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള സ്വർണ്ണപ്പെട്ടി തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് ഇവിടെ പറയുവാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ